के दो पंख लेके उड़ा चला जाए रे, जहाँ नहीं जाना था ये वहीं चला हाय रे। उम्र का ये ताना बाना समझ न पाए रे, जुबां पे जो मोह माया नमक लगाए रे, के देखे न भाले न जाने न दाए रे। दिशाहारा केमन बोका मोंटा रे। റെഡിലേ നമ്മൾ പോവുകയാണ്. പറയൂ. പോയിട്ട് വരാം. ചേട്ടാ ബസ് സ്റ്റോപ്പിലെത്തി. പറയൂ എവിടെ എത്തി? നമ്മൾ ബസ് സ്റ്റോപ്പിൽ ആണ്. എങ്ങോട്ടാ? മൈസൂര് ആരെ കാണാനാ? മൈസൂർ രാജാവിനെ കാണാൻ. കുഴപ്പമില്ലാണ്ടിരുന്ന ഞാനാണ്. ഇപ്പൊ എത്ര തുമ്പി പറയും? 20 വട്ടം. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബസ് വന്നിട്ടില്ല. കണ്ണുന്നുണ്ടോ വെള്ളം വന്നു തുമ്പിച്ച്. ഇതാണ് അമ്മമ്മ ഹലോ പറയൂ. ഹലോ ആരോടാ പറയുന്നത്? ഇവിടെ ബ്ലോഗില്. ഹലോ നല്ല കുട്ടി. പ്രശ്നം ഈ വാശിയുള്ള കുട്ടി. പ്രശ്നമൊന്നും അതിൽ പറയാൻ പറ്റില്ല. നാട് മുഴുവൻ. അതെ അത് പറ്റുമോ? പറയാൻ പറ്റുമോ? ഇനി ഫോൺ എടുക്കണതാണ് അവന്റെ പ്രശ്നം. അത് പറ്റുമോ? ഫോണ് തരുമ്പോ സോറി തരാൻ പറ്റില്ല. എന്റെ ഏജ് ഇത്ര. ഞാൻ 15 ടീനേജറാണ് ഞാൻ. അതിന്റെ 5 ഓനുണ്ട്. 15 അല്ലേ? ആർക്ക്? എനിക്ക് എത്ര വയസ്സ്? 15 ആയില്ല. ആയാ അത് പറഞ്ഞു. 13 നല്ല. ഹായ് കുഞ്ഞു. ദേഷ്യം പഠിക്കുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞ ഞാൻ ഇങ്ങനെ പറഞ്ഞ സൂപ്പർ ഫാസ്റ്റ്. ബസ് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര നല്ല പോലെ വീഡിയോ എടുക്കുന്നത്. രണ്ടിലേക്ക് അറിയാൻ ബസ്സിലെത്തി എങ്ങനെ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കമ്മല് പോലും ഇട്ടില്ല. കാരണം എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കണത്. ടൈം 2:30. നമ്മളിപ്പോൾ വയനാട്ടിലാണെന്ന് തോന്നുന്നു. ഈ ചുരമൊക്കെ കയറി കഴിഞ്ഞ് ഞാനെന്ന് പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടായി. 5:17 നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തി. ഇനി നമ്മളെ മാമൻ വിളിക്കാൻ വരും. അതാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മൈസൂർ പാലസൊക്കെ ബസ്സിൽ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച പെട്ടെന്ന് കണ്ടത്. അതിന് മുന്നിൽ കൂടെ ബസ് പോയത് പുലർച്ചെ ആയതുകൊണ്ട്. വൈകുന്നേരം നേരത്തൊന്നും ദസറ ആയതുകൊണ്ട് പോവില്ല ആയിക്കൂടെ. അപ്പോൾ പെട്ടെന്ന് കണ്ടുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ 3 വയസ്സുള്ള കുഞ്ഞുന്റെ പറയാ. കുഞ്ഞുന്റെ അല്ല, കുഞ്ഞിനെയും ചെറുതാ ഞാൻ. അപ്പൊ എന്തോ ഓർമ്മ ഉണ്ടാവും. കുഞ്ഞിറങ്ങിയില്ലേ? ഇപ്പൊ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഞാനിവിടെ ചെറുപ്പത്തിൽ ലൈക്ക് 3 വയസ്സുള്ളപ്പോട്ട് വന്നതാണ്. ആ ഒരു ഓർമ്മയ്ക്ക് ഇവിടെ എപ്പോഴും അന്ന് നല്ല ഇഷ്ടമായിരുന്നു. അന്നും നല്ല രസത്തിൽ അവിടെ മാമനും മാമിയും ഒക്കെ സെറ്റ് ചെയ്തുള്ള കണ്ട. ഗുഡ് മോർണിംഗ് എന്നൊക്കെ വരുന്നത്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ ഇടിച്ച് വന്ന പാടെ മാശാന്തി ബിയറാണ് കാണുന്നത്. അവിടെ എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പുറത്ത് നോക്കുമ്പോൾ എന്താ കാണിച്ചാൽ ഇവിടുത്തെ വീടൊക്കെ ഇങ്ങനെയാണ്.
ഫ്ലവർ ഷോ കാണാൻ പണ്ട് ഫ്ലവർ ഷോ കാണാൻ പോകുമ്പോൾ ഒരു സോണി ഫോൺ നിലത്തിട്ട് പൊട്ടിച്ച ഓർമ്മ എനിക്ക് ഇവിടെ ഓർമ്മ ഉണ്ടാ പണ്ട് ഫ്ലവർ ഷോ കാണാൻ പോകുമ്പോൾ ഞാൻ ഒരു സോണി ഫോൺ പൊട്ടിച്ചില്ലേ എന്നിട്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് വീണത് എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് ഒരൊറ്റ തട്ടലായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് ഞാൻ തട്ടി നമ്മുടെ കയ്യിൽ നിന്ന് വീണ് ശരിക്കും പറഞ്ഞാൽ ഫോൺ കേടുന്ന വേറൊരു സത്യമുണ്ട് പക്ഷെ പുറത്ത് നമ്മൾ പറയുന്നില്ല നമ്മളെ ഇന്ന് വെള്ളം പോയി ഫോണും വെക്കി ഉണ്ടിട്ടാ എനിക്കറിയാം നമ്മളിപ്പോ ഫ്ലവർ ഷോ കാണാൻ പോവാണ് അല്ലേ ഫ്ലവർ ഷോ അല്ലേ ഫ്ലവർ ഷോ ഉണ്ട് പറയുന്നുണ്ട് കാണാൻ പോവാൻ തിരക്കാവോന്നറിയില്ല ആന ഇതെന്തൊക്കെ കഥ പറയുന്നത് വാട്ടർമല്ലി പല കളറ് ഓറഞ്ചും കിട്ടുക എന്റെ അമ്മയാണോ വീഡിയോഗ്രാഫർ ഒന്ന് തിരിക്കട്ടെ നോക്കട്ടെ വാട്ടർമല്ലി പൂ പല കളർ ഇത്രയും പൂവുണ്ടായിട്ട് മാമനും കുഞ്ഞും എടുക്കണത് മാവിൻ്റെ അപ്പുറത്തുനിന്നാന്നുള്ളൂ കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരി വരികയാണ്. ഇവിടെ ചെന്ന എല്ലാവരും ഇപ്പം ഞാനൊക്കെ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്താൽ വേഗം പോകും. പക്ഷെ എൻ്റെ അമ്മ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങും തോന്നണില്ല. ഇപ്പം നോക്കിക്കുന്നത് എന്താണ് വീട്ടിൽ കൊണ്ടുപോകണം പക്ഷെ എങ്ങനെ എത്തും ഇവിടെ സെയിലുണ്ട് അതിനിത് അവിടെ പോയി പൂവിടില്ല അമ്മ അങ്ങനെ കുറെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് ഇതൊന്നും പൂട്ടില്ല. ഒന്നും കൂടി കേട്ടില്ല. എൻ്റെ അമ്മേനെ ഇത്ര സന്തോഷത്തോടെ ഞാൻ ചെടി കാണുമ്പോൾ മാത്രം കണ്ടിട്ടുള്ളൂ. അയ്യോ എന്താ അയ്യോ ഒരു കമ്പൊക്കെ അപ്പുറത്താ മുളച്ചത്. സങ്കടം വരുന്നോ? ചെടിനോട് എന്താണ് ഇവർക്ക് ഇത്ര ഇഷ്ടം എന്ന് സയന്റിസ്റ്റുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു വെറൈറ്റി ഉണ്ട്. ആരാണ് കാർ ഓടിക്കുന്നത്? അമ്മമ്മയാണ്. കണ്ടാ ചൈൽഡ്ഹുഡ് ബെസ്റ്റീസ് ആണ്. സുന്ദരമാമ ഒരു ഹായ് പറയൂ. അമ്മ കുഞ്ഞു നമ്മളെവിടത്തെ മൈസൂര് എവിടെ എത്തിയത് ചോദിച്ചു. നമ്മള് രാജാവിനെ കാണാൻ പോകും. നമ്മളിവിടുന്ന് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് മൈസൂർ പാലസൊക്കെ കാണാം എന്നൊക്കെ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മാമൻ പറയണത് ദസറയുടെ ഒരു ലാസ്റ്റൊക്കെ ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് പുറത്തു കൂടെ ഇങ്ങനെ നടന്നു പോവാം, അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് വണ്ടിയിട്ട് ഫുൾ ചുറ്റാം, അങ്ങനെ പറ്റുള്ളൂ, അങ്ങനെ കാണാൻ പറ്റുള്ളൂ പറഞ്ഞു. പിന്നെ നമ്മൾ എന്തായാലും വന്നിട്ട് ദസറ കാണാതെ പോകണ മോശമല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിക്കുകയേ ചെയ്തുള്ളൂ. Subscribe to her channel. ഇങ്ങനെയാണ്
ഇനിയാണ് ദസറ സമയത്ത് നമുക്ക് മൈസൂർ പാലസ് കാണാൻ പറ്റൂ. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് ഉള്ളിലൊക്കെ പോകും, ഉള്ളിലല്ല ആ പുറത്ത് അടുത്തൊക്കെ പോകാൻ പറ്റും. പക്ഷെ അത്രയും പറ്റില്ല, കാരണം അത്രയും ക്രൗഡാണ് ഇവിടെ ഉണ്ടാവണം. അപ്പം ഒന്നെങ്കിൽ നമുക്ക് നടന്നിങ്ങനെ പോകാം, നടന്നു പോയാലും വണ്ടിയിൽ പോയാലും ഒരേ കാഴ്ച തന്നെ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ രാജാവ്. ഇതോ അതാണ് എവിടെ കിട്ടി അതാ ഇരിക്കണേ അല്ലേ? അവിടെ തക്കറിയില്ല. നമ്മളിവിടെ പാനിപ്പൂരി കഴിക്കാൻ വന്നതാണ്. തണുക്കണ്ടമ്മ. പിറ്റേ ദിവസം രാവിലെ ചായയൊക്കെ പൊടിച്ച് കഴിഞ്ഞ് ഇന്നിവിടെ ആയുധ പൂജയാണ്. കാരണമല്ല ഇവിടെ ആയുധ പൂജയാണ്. അപ്പം ഇപ്പോൾ ഇവിടുത്തെ കാർ പൂജിക്കാൻ പോവാണ്. ടൈം എത്രയാമ്മ? 2:15. ഇവിടുത്തെ പൂജ 2:15 ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത്. എന്താ പൂജിക്കാനാ? ഇതെന്താ സോണപ്പപ്പടി? ഇവിടെ ഒരു കുട്ടി പൂജാരി ഉണ്ട് ഗൈസ്. പൂജാരി ഓടിയാ? പൂജാരി എങ്ങോട്ട് ഓടുന്നു? ഇവ വെറൈറ്റി ആണല്ലോ. പച്ചമുളകാൻ്റെ ചുവന്നുനാരങ്ങ. വാവ്. ഇല്ലുമിനാട്ടി അല്ലേ? ട്രയാങ്കിൾ മുറിക്കണമെന്നുണ്ട് മാമ. അതില് ട്രയാങ്കിൾ മാത്രമല്ല, അതിന്റെ കോയിനുകൾ. ഓ കോയിൻ. അയ്യോടാ, അതാ കുഴപ്പമില്ല. മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ഇവിടെ തെങ്ങൊന്നുമില്ല. ഉണ്ട്, സോറി ഉണ്ട്. തെങ്ങ് ഞാൻ ഇപ്പോൾ കണ്ടെത്തി. ഒരു ನನ್ನ 3 ತೈಗೆ ಆಗಿದ್ದು. ಹೌದಾ? ಅದು ತುಂಬಾ ಜನ ಈ ಟೈಮಲ್ಲಿ ಮಾಡಬೇಕು ಅಂತ ಮುಟ್ಟು ಏನು ಮಾಡಲ್ಲ ಅದು. ಮುಟ್ಟ ಏನೂ ಆಗಲ್ಲ. ಇಟ್ಕೊಳ್ಳೋ ನೀನೇನೆ ಒಂದು ಸ್ವಲ್ಪ ಹೊತ್ತು. ಎಷ್ಟೊತ್ತಿರ್ತೀವಿ ನೀನು ಅಲ್ಲಿ? സുഖമാണ്. പേര് നെയിം ಕೋಕೋ. കോക്കോ. കോക്കോ എന്ന് വിളിച്ചു പോകെ. ಕುಂಬಳಂಗೆ ನೈಟ್, ಜನಗಣಮನ, ಜೋಸೆಫ್, all the crime thriller movies. I don't know Malayalam, but I like Malayalam movies. Loga? Did you watch Loga? Is it good? Yes. What is movie name? Loga. Spell it. LOKAH. I heard that movie is good. I thought കല്യാണി പ്രിയദർശൻ. Is it a Malayalam movie? Yes. കണ്ടില്ലേ? കേരളത്തിന് പുറത്ത് വന്ന എല്ലാവർക്കും കേരള സിനിമേനെ കുറിച്ച് എന്തൊക്കെയാ പറയാതെ. പക്ഷെ അവർ ലോക കണ്ടില്ല. അപ്പോൾ ലോക കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ? ലോക മലയാളം ആണോ എന്നാ ചോദിക്കണേ. കാരണം മലയാളത്തിൽ അത്ര അടിപൊളി സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പൂജ കഴിഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ രൂപനഗർ കറങ്ങാൻ പോവാണ്. യൂസി പശു. എന്താണ് മ്യൂസിയം, മറ്റേ വിൻറ്റേജ് കാറൊക്കെ ഉള്ള മ്യൂസിയം. ഇതിനെന്തൊരു പേര് പറയും, എനിക്ക് ഓർമ്മയില്ല. കാണാൻ പോവാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരാണ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? പാലസിലേക്കാണ് പോണേ. അപ്പൊ ഇന്നലെ ഇല്ല, എവിടേക്ക് പോയി? ഒന്നും കൂടി പോവാലോ? പോണ്ടല്ലോ. അമ്മമ്മയും അമ്മായും വരുന്നില്ല. ബൈ ടാറ്റാ. ബൈ. നമ്മളപ്പോ പോവാണ്. പാർവതിയും ധ്യാനും ധ്യാൻ. അതവിടെ പയന എന്ന് പറഞ്ഞു. പയന ഇവിടെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമോ?
ദസറയുടെ രൂപങ്ങളാണ് അത്. ഇയേഴ്സ് ബാക്ക് ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയായിരുന്നു. പിന്നെ ഇത് വന്നു 3500. പിന്നെ ഇത് വന്നു, പിന്നെ ഇത് വന്നു, പിന്നെ ഇത് വന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു, അങ്ങനെ അങ്ങനെ 1960s ടയർ. റബ്ബർ ടയേഴ്സ് എപ്പോഴാണ് വന്നു? 1920s 1930s അല്ലേ? 1960s അല്ല, ഇവിടെ ഇതല്ലേ ആദ്യം വരും. ആദ്യം വന്നത് 1920s 1986 അത് വന്നത്. ഡോഡ്ജ്. ഇതൊക്കെ ഒരാളതാന്ന് പറയുമ്പോഴാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. രാജാവോ? ജയചാമരാജേന്ദ്ര ഒഡേയർ. ഓക്കെ. ഏത്? ഈ വണ്ടി ഇതോ? ഓ, രാജാവ് ഉപയോഗിച്ച വണ്ടിയാണ് കേട്ടോ അത്. മൈസൂർ പാലസിലെ രാജാവ്. എനിക്കിപ്പോൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്, ഇംബാല. ഇത് മറ്റേ പണ്ടത്തെ ഏതൊക്കെ ഫിലിമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് മാമനാണ് എല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് CV രാമൻ നമ്മളെ ഈ കാറിൻ്റെ കോർണറിന് ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണെന്നാണ് പറഞ്ഞത്. ശരിക്കും വായി നോക്കാന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇത്ര നേരെ വെച്ചിട്ട് നമ്മളൊരു കാറിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഏത് ആർമി? USS പണ്ടൊരു കൺട്രി ഉണ്ടായിരുന്നു, അതിനെ പിന്നെ പൊട്ടിയിട്ടാണ് റഷ്യ അത് ഇതൊക്കെ ആയത്. ആണോ? അതൊക്കെ അപ്പം ഇങ്ങനെ ഇവിടെ എത്തി? വാങ്ങി. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും റിയൽ ബുള്ളറ്റ് മാർക്കാണ് ആ ഗ്ലാസ്സുമുള്ളത്. ഓൾഡ് SU. ഞാൻ ഇത്ര നേരം ഇവിടെ തിരയായിരുന്നു എന്താണ് ഇവിടെ ഒരു BMW ഇല്ലാത്തത്. നെറ്റ് ലാസ്റ്റ് ഐ ഫൗണ്ട് വൺ. പക്ഷെ സ്റ്റിൽ ഒന്നുള്ളൂ. എൻ്റെ ഫേവറേറ്റ് കളർ എത്തിയിരിക്കുന്നു. ഞാൻ ആ മ്യൂസിയം മൊത്തം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ കുറേ ലോങ് ആവും വീഡിയോ. അതുകൊണ്ട് കുറേ കുറച്ചതാണ്. ഹലോ, അപ്പോൾ നമ്മളിവിടെ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് വിചാരം കാറ് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ പഴയ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. നമുക്ക് രാത്രിയാണ്, നമുക്ക് ആകാശം നല്ല കാറ്റുണ്ട്. എന്തൊക്കെയോ ഡ്രോണൊക്കെ പറക്കുന്നുണ്ട് ഇവിടെ. എന്തൊക്കെ പരിപാടികളുണ്ടെന്ന്. പിന്നെ ഇന്ന് ദസറയുടെ അവിടെ എന്തോ എയർക്രാഫ്റ്റ് ഷോ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ പോയി വന്നുകൊണ്ട് ഇന്ന് പോണില്ല. ഞങ്ങൾ പണ്ടേ മന്യച്ച് ഇവിടെ കുഞ്ഞിനെ ബുൾഡോസർ കുഞ്ഞു എന്നാണ് വിളിക്കൽ. ഇതാ ബുൾഡോസർ കുഞ്ഞു, ബുൾഡോസർ മേ, ബുൾഡോസർ കുഞ്ഞു.
തോന്നണം ഇന്നലെ കണ്ടേനെ ഞാൻ ഇന്ന് കണ്ടു. എന്തൊരു സന്തോഷം കേരളത്തിന്റെ മോഹിനിയാട്ടം കണ്ടപ്പോ, ഉള്ളുന്നൊരു സന്തോഷം. അതും അവിടെ മലയാളം മോഹിനിയാട്ടത്തിന്റെ പാട്ടിട്ട് പിന്നെ ഓടി. ഞാൻ ഓടി. ഇവിടെ മോഹിനിയാട്ടം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ മോഹിനിയാട്ടം. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി. പിന്നെ അത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യൻസിൻ്റെ പിന്നെ കഥകാണ് ഇപ്പോൾ കളിച്ചത്. അതും നല്ല രസമുണ്ട് കേട്ടോ, നല്ല കോർഡിനേഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങളെ കാറിന്റെ ലൈറ്റ്സാണ് എൻ്റെ ലൈറ്റ്. റെഡ് മുഖത്തടിക്കണ്ട. അതായത് എവിടെ അതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ മൈസൂർ വ്ളോഗ്. ബൈ ബൈ. ഇനി പുതിയൊരു വ്ളോഗിട്ട് വരാം.